ശങ്കരൻകുട്ടി ഭാര്യ ദേവകി, ജയകൃഷ്ണൻ, ഹരികൃഷ്ണൻ, സുധ, പ്രായപൂർത്തിയായവർ 4, മൈനർ 1, ആകെ യൂണിറ്റ് 9, രാധാ സോപ്പ് 9, ബാറ സോപ്പ് 4, എണ്ണാത്തുടം 9, എണ്ണാത്തുടം 9. സുധിക്ക് വയസ്സ് 16 അവക്ക് 2 സോപ്പ് അനുവദിക്കണം. അയ്യോ, 18 വയസ്സാകാതെ സോപ്പ് കൂടുതൽ കൊടുക്കാൻ വകുപ്പില്ല, എടുത്തു മാറ്റണം. ഗോവിന്ദൻകുട്ടി ഭാര്യ ഗോമതി, മക്കൾ രാഗിണി, സുമതി, ആകെ യൂണിറ്റ് 8, ആകെ 8. നാണിക്കുട്ടി സമ്മന്തക്കാരൻ മാധവൻ നായർ, മക്കൾ രാമകൃഷ്ണൻ, ശേഖരൻ, പപ്പ, യൂണിറ്റ് 7. സോപ്പ് കൂടി താടാ. അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞ മതി, ഇപ്പൊ എടുത്തോണ്ട് പോ, കളയില്ലേ. മമ്മൂട്ടി സമ്മന്തക്കാരൻ വാമന നമ്പൂതിരി, സന്തതികളില്ല, യൂണിറ്റ് 4. എന്റെ തിരുമേനിക്ക് തേച്ചു വിളിക്കാം, കുറച്ച് എണ്ണ കൂടി താടാ കൂട്ടാ. അയ്യോ, കാരണം ഒരു സ്പെഷ്യൽ ഓർഡർ വേണം കൂട്ടാ. പഞ്ചസാര നിരോധനം. എന്താ ബിനു ഇത്? ഇവൻ തറവാട്ടിൽ പലചരക്ക് പിടി നടത്തുക? ഏയ് അല്ല, ഇതാ പടി വിതരണം. കുടുംബത്തിലെ അംഗസംഖ്യ അനുസരിച്ച് ഓരോ മാസത്തേക്കുള്ള സാധനങ്ങളുടെ വിതരണ വരിക. ഓ കുട്ടാ, ഞങ്ങൾക്കുള്ള മാസപ്പടി എടുത്തോളൂ. മീനാക്ഷി സമ്മന്തക്കാരൻ ചത്തു. സമ്മന്തക്കാരൻ ചത്തോ? അയ്യോ സോറി കേട്ടോ, ശത്രു. മക്കളില്ല, യൂണിറ്റ് 4. 4 സോപ്പാ? നിങ്ങൾ 2 ആളല്ലേ ഉള്ളൂ, ആളൊന്നുക്കും മാസം 2 സോപ്പാ. പട്ടാള ക്യാമ്പിൽ ഇത് കൂടുതലുണ്ടല്ലോ. ഈ ക്യാമ്പിൽ ഇത്ര ഉള്ളൂ. മേടിക്കണം മാഷേ, എനിക്കിത് മാത്രല്ല പണി. മില്ലി പോണം, സ്റ്റോർ കീപ്പർ കം ഡ്രൈവറാ. മേടിച്ചോ. അപ്പൊ കൂടുതൽ വേണമെങ്കിലോ? അംഗസംഖ്യ കൂട്ടണം. അതെത്ര വേണമെന്ന് വെച്ചാകാം, അതിനോട് യാതൊരു നിയന്ത്രണമില്ല. ബിനു കേട്ടില്ലേ പറഞ്ഞത്? കേട്ടു. അതല്ലടി പറഞ്ഞത്. പറഞ്ഞുണ്ടോ? തഞ്ചപ്പെടും ബിനു. ആട്ടെ, ഇനി വല്ലതും ആവശ്യമുണ്ടെങ്കിലോ? മനസ്സിലായി. രാവിലത്തെ അനുഭവം ഓർമ്മയുണ്ടല്ലോ. സുഖായ തേച്ചുളി, മൃഷ്ടാന ഭോജനം, നല്ല അന്തിയുറക്കം, ഇതൊക്കെ പോരെ. വെറുതെ ഓരോ ഇടാകൂടങ്ങൾ ഉണ്ടാക്കണ്ട കേട്ടോ. ദൈവമേ, മണി 8. മാറി. ഓ എന്താണോ ഇത്? ഇത് പ്രാതലുള്ള വല്ല വേ വിട്ടോ. എന്റെ അമ്മോ, ഇത് മറ്റൊരു പട്ടാളമാരക്കാണല്ലോ. പറഞ്ഞോ, എത്ര കഴിഞ്ഞ പച്ചവെള്ളം പോലും കിട്ടില്ല കേട്ടോ. എനിക്ക് മില്ലി പോണം, കൃത്യം 9 മണിക്ക് പടപ്പുറപ്പാടാ. കുട്ടാ, പറമ്പിൽ തേങ്ങയുണ്ട്, ഞാൻ അങ്ങോട്ട് പോവാ. അടുക്കളയിലേക്കുള്ള സാധനങ്ങൾ ഏൽപ്പിച്ചിട്ട് നീ അങ്ങോട്ട് വന്നോളൂ. എടോ ശകുനി, തനിക്കാൻ വെച്ചിട്ടുണ്ട് കുട്ടാ. ഈ കിഴവരെ ഞാൻ ഈ തറവാട്ടിന്റെ പുറത്താക്കും, അധികാരം ഞാൻ പിടിച്ചെടുക്കും. എന്നിട്ട് സ്റ്റോർ നിറയെ സിഗരറ്റ്, ഈ തറവാട്ട് വക ഒരു വിദേശ മദ്യഷാപ്പ്, കുടുംബം കുളം തോണ്ടാൻ തന്നെ തീരുമാനം അല്ലേ മാഷേ? വീട്ടുകാരെ അറിഞ്ഞിട്ട പേര് തന്നെയാവും, ശത്രുന്നല്ലേ. പട്ടാളത്തിന് പിരിച്ചു വിട്ടതാണല്ലേ? ഞാൻ മാത്രല്ല, ശംഖുമാമൻ അറിഞ്ഞു, പിന്നെ പലരും അറിഞ്ഞു വരുന്നു, അറിയാത്തവരൊക്കെ അറിയിച്ചോണ്ടിരിക്കുന്നു. കയ്യില് കാശൊന്നുമില്ല അല്ലേ, പാവം. ഒന്ന് വലിക്കാൻ എന്തെങ്കിലും താടോ? വലിക്കാൻ എലാസ്റ്റിക് ഉണ്ട്. ഇത് നന്നായിട്ട് വലി, കൊണ്ടോയി വലിച്ചോ. അതല്ലടോ, പുകയ്ക്കാനാ? കുന്തിരിക്കണ്ട്, എടുക്കട്ടെ. ഒരു സിഗരറ്റ് താ. വേണമെങ്കിൽ ഒരു ബീഡി തരാം. ബീഡി? എന്റെ പട്ടിക്ക് വേണം ബീഡി. മാഷപ്പട്ടി ബീഡി വലിക്കോ? കുട്ടാ, ഒരു 10 റുപ്യ. അയ്യോ, വകുപ്പില്ല. എടോ, കടമായിട്ട് മതി. പിരിച്ചുവിട്ട പട്ടാളക്കാരനും വിസയില്ലാതെ വന്ന പേർഷ്യക്കാരനും പണം കടം കൊടുക്കരുതാണ് പ്രമാണം. പിന്നെ വാവിട്ട് ചോദിച്ചിരിക്കെ, ദാ 10 രൂപ. ഇനി ആ ബീഡി കുടിക്കണ്ട. അപ്പൊ ചേട്ടൻ തറയാണല്ലേ? സിഗരറ്റ് പരിച്ചിരുന്നവനാ. ശരികേടേ. ഭാര്യാഗൃഹേ പരമസുഖം, ദിനമൊട്ടു കഴിഞ്ഞാൽ പട്ടിക്ക് സമം. കരിമ്പൂതം. ഇവിടത്തെ മുഴുവൻ മുറികൾ നോക്കി തേനെങ്കിൽ ചുരുങ്ങിയത് 1 കൊല്ലെങ്കിലും വേണ്ടി വരും. നീ ആ ഭാഗത്ത് പോയി നോക്ക്, ഞാൻ ഈ ഭാഗത്ത് പോയി നോക്കാം. ഞാൻ ആ ഭാഗത്ത് അങ്ങനെ മായനെ കാണണമെങ്കിൽ ഉറക്കെ വിളിച്ചു കൂകാം. കൊളമാക്കം, ഒച്ച വെച്ച കൊന്നുകളെ ഞാൻ. നീ നോക്കടാ. മണി, എഴുന്നേക്കടാ. ഇല്ലടാ, ഞാനില്ല, എണീക്കില്ല. വിശന്ന് ഹൃദയം പൊട്ടി ഞാനിപ്പോ ചാകും. വിശന്നിട്ട് ഹൃദയം പൊട്ടി ഇന്നേവരാരും ചത്തിട്ടില്ലടാ. അവസാനമായി എനിക്കൊരാഗ്രഹമുണ്ട്. നീയുമായി സുഖമായി ജീവിക്കണം. നിങ്ങൾക്ക് ജനിക്കുന്ന കുഞ്ഞിന് എന്റെ പേരിടണം. അത്രയും വേണോടാ? എടാ, നിന്നെ പോലെ തന്നെയല്ലേ ഞാനും. എനിക്ക് വിശക്കുന്നില്ലേ? കുറച്ചൊക്കെ സഹിക്കണോടാ. എന്റെ തന്ത ചത്ത ഞാൻ സഹിക്കും, വിശപ്പ് സഹിക്കാൻ പറ്റില്ലടാ. പണ്ടാറടങ്ങാൻ എനിക്ക് പലതും കിട്ടുമെന്ന് നോക്കാം. വാടാ. എന്താ ആരും ഒന്നും കഴിക്കാത്തത്? കഴിക്കേ. ഇപ്പൊ ഒന്നും വേണ്ട, ഞങ്ങൾ കളിക്കാൻ പോക്കോട്ടെ. വേണ്ട, മുഴുവൻ കഴിക്കാതെ ഇവിടുന്ന് അനങ്ങിയിട്ടുണ്ടേ അടിച്ചു തോലിരിക്കും ഞാൻ ഭക്ഷണം കഴിച്ചു വരുമ്പോഴേക്കും മുഴുവൻ കഴിച്ചോണം കേട്ടോ. മാമന്മാരെ മനസ്സിലായ മക്കളെ? ഇങ്ങനെ ചോദിച്ചാൽ കുട്ടികൾക്ക് മനസ്സിലാവില്ല, നമ്പൂരി ഭാഷ ചോദിക്കണം. എങ്കിൽ എഴുന്നള്ളിക്ക്. മാമന്മാരെ മനസ്സിലായ അമ്മയാക്കൾക്ക്. ശവം മാറി. നിങ്ങൾക്ക് ആഹാരം കഴിക്കണ്ടേ? വേണ്ട. കളിച്ചാൻ പോണോ?
ആഹാരം കഴിച്ചിട്ട് നമുക്ക് കളിച്ചാൻ പോവാ. ആഹാരം കഴിക്കുന്ന എങ്ങനെയെന്ന് മാമൻ കാണിച്ചു തരാ. അങ്ങനെ എടുത്തിട്ട് ഇതെങ്ങനെ എങ്ങനെ ആക്കിയിട്ട് പിന്നെ ഇതാ അങ്ങനെയല്ല, ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ പിന്നെ ഇങ്ങനെ പിന്നെ ഇങ്ങനെ പിന്നെ ഇങ്ങനെ പിന്നെ ഇങ്ങനെ ശരിക്കില്ല. ഇവിടെ നല്ല തടിയല്ലോ പണിയിട്ട് തല്ലല്ലേ സാറേ? ആ നിന്നെ ഞാൻ തല്ലില്ല. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കറക്റ്റായി ഉത്തരം പറഞ്ഞാൽ, അല്ലെങ്കിൽ അടിച്ച് നിന്റെ അടവാങ്ങി ഇളകും. കാരണത്ര വീലൻറാ? കാറിനാകെ 4 വീല്. സ്റ്റെപ്പിന് നിന്റെ അപ്പം കൊണ്ടുപോയടാ. കാരണം 5 വീലുണ്ട്. 5 വീല്. ആ. സാറേ ഞാൻ പറയുന്നത് സാറിന് പറയാൻ പറ്റോ? ആ പറയാ ആന അലറലോട് അലറൽ. സിമ്പിള്. ആന അരലോട്. ആന അരലോടല്ല, ഏ? ആന അലറലോട് അലറൽ. പറയൂ. മേൽ ഇതേപോലത്തെ വൃത്തിയായിട്ട ചോദ്യങ്ങൾ ചോദിച്ചാലല്ല. ആരാ നിന്റെ അമ്മാവൻ? എന്റെ അമ്മയുടെ ആംഗ്ലയാ. അല്ല ഇവിടുത്തെ എസ് ആണ് സാറേ. സാറേന്ന് വിളിക്കണോ? അയ്യോ തള്ളു സാറേ. സാർ ഇവന്റെ അതെ എന്നെ ക്ഷമിക്കണം സാറേ. എന്ന് തുടങ്ങിയതാ മാല പൊട്ടിക്കലൊക്കെ? അമ്മാവന്റെ മോളെ കെട്ട് സ്വപ്നം കണ്ട് കെട്ടുതാലി പൊട്ടിച്ചാണ്. എന്റെ മോടെ കെട്ടുതാലി നീ പൊട്ടിക്കുമല്ലടാ. സ്വപ്ന എന്തു സ്വപ്നമായിരുന്നാലും ശരി, ഇടിച്ചതിന്റെ കൂമ്പ് ഞാൻ കലക്കും. നാളെ എന്റെ മോടെ കല്യാണം നിശ്ചയമാ. അതിലെങ്ങാനും നീ കയറി ഇടപെട്ടാലേ ഉജ്വല ഇവന്റെ കാരണത്തിലാണെന്ന് കൊടുത്ത് പറഞ്ഞു വിട്ടേക്ക്. അത് വേണോ സാറേ? നാളെ നിങ്ങൾ അമ്മാവനും മരുവനും ഒന്നാവും. അപ്പൊ എന്റെ അവസ്ഥ മോശമാവും. പറയുന്നത് അനുസരിച്ചാൽ മതി. കൊടുക്കണോ? അയ്യേ, പശുവിന് ചാണിടാൻ കണ്ട സ്ഥലം അലും വൃത്തികേടാക്കി. ആരെങ്കിലും ഉണ്ടോ? എവിടെ കൊണ്ടുവച്ചേക്കണ അയാളത്? ആ ഇതാണോ? ഈ പാട്ടല്ല. ഇതെന്ത് അമ്മയായിട്ടുള്ളു? ആശുപത്രിയുടെ അന്തരീക്ഷത്തിൽ നിന്ന് എന്റെ വീട്ടിലെത്തി കഴിഞ്ഞപ്പോ മനസ്സിനെന്തോ ഒരു കുളിർമ. സാറെ സൂക്ഷിക്കണം, ആ കരടി ഇനിയും പിടിച്ചിട്ടില്ല. ആ കരടിയെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ ഞാനിനി വീട് വിട്ട് പുറത്തിറങ്ങണ പ്രശ്നമില്ല. ഇവിടെ ആരോ കേറിയിട്ടുണ്ടല്ലോ. ഞാനാ സുന്ദരേട്ടാ. സുന്ദരേട്ടാ എന്ത് കത്താ നോക്ക്. വെള്ളമില്ല. ബ്രാണ്ടി സുന്ദരേട്ടാ. ഞാനാ. പേടിക്കില്ല, കരടി. നല്ല മണം. ചത്തിട്ടില്ല, വെള്ളം അടിച്ച് വീണതായിരിക്കും. പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടാ. ലക്ഷ്മണ, നീ അല്ലേ ആ കുട്ടികളോട് പറഞ്ഞു കൊടുത്തത്? എന്താ ചേ? ആ തലവരിച്ച കുട്ടികൾ എന്നെ കളിയാക്കോ. കളിയാക്കേ? എന്തിന്? നിനക്കറിയില്ലേ അല്ലേ എന്താ കാര്യം? മൂത്രമൊഴിച്ച കാര്യം. അത് ഞാനാ പറഞ്ഞേ. ആഹാ, കാണിച്ചു തരാം ഞാൻ. ഉണ്ണാൻ കൈ കഴുകി അങ്ങോട്ട് വാ. ഒരു ഭാഗം തരില്ല നിനക്ക്. ചേച്ചി, ഞാൻ ആ കുട്ടികളോട് പറഞ്ഞത് ചേച്ചി ഇന്നലെ എന്നോട് ദേഷ്യപ്പെടണേ. ഞാനൊരു നല്ല കാര്യമില്ലേ പറഞ്ഞേ. ഈ ബാമേച്ചിക്ക് ഇതെന്താ പറ്റിയ? എന്താടാ പ്രശ്നം? മഹേട്ടാ, ഒരു ആവശ്യമില്ലാണ്ട് ബാമേച്ചി എന്നോട് ചൂടാവാ. ഞാൻ ആ കുട്ടികളോട് വേലിയുടെ അപ്പുറത്ത് മൂത്രയിക്കായിരുന്നു പറഞ്ഞു. അതിനെന്താ ചേച്ചി എന്നോട് ചൂടാവണേ? എടാ, ബാമ ചെറുപ്പത്തിൽ കിടക്കയില് മുള്ളിയ കാര്യം ആ പിള്ളേരെ എങ്ങനെയോ അറിഞ്ഞവളെ കളിയാക്കി. അത് നീ പറഞ്ഞു കൊടുത്തതാണോന്ന് അവള് ചോദിക്കുന്നത്. അതാണോ? അയ്യോ, അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ? ഉണ്ടായി. ഞാൻ അറിഞ്ഞില്ല. ചേച്ചി, ബാമേച്ചി നോക്കിയൻ എന്തോ ചീൽ തൂണ്. അത് അയ്യോ, ഇങ്ങനെ ഒരു മൂത്രം ഉണ്ട്. ബാമേച്ചി, ബാമേച്ചി
ചേച്ചി കിടക്കയിലും മുള്ളി കേസ് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ഞാൻ ആ കുട്ടികളോട് വേലിയുടെ അപ്പുറത്ത് മൂത്രമൊഴിക്കാനുള്ള കാര്യം പറഞ്ഞേ. വേണ്ട, ഇപ്പൊ ഇനി കള്ളക്കഥ ഉണ്ടാക്കണ്ട. നീ പറയും, നീ അങ്ങനത്തോനാ. ചേച്ചിയാണോ സത്യം? ചേച്ചി ബെഡിൽ യൂറിൻ പാസ് ചെയ്ത കാര്യം ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ഈ കാര്യത്തിൽ ഞാൻ പറഞ്ഞതാണ് സത്യം. പാവച്ചിതിൽ ആരോ കള്ളക്കളി കളിച്ചിട്ടുണ്ട്. എന്താ പ്രശ്നം? കുഞ്ഞപ്പേണ്ട അമ്മയ്ക്ക് വയറുവാൻ എന്തിയെ? തന്നോട് ആരെങ്കിലും കെട്ടിയെടുക്കാൻ പറഞ്ഞേ? ഈ വീട്ടിലേക്ക് എപ്പോഴും കയറി വരാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ടടാ ചെറ്റേ. ഓടാ എരപ്പേ. ഇവിടെ പ്രധാനപ്പെട്ട യൂറിൻ പ്രശ്നം ചർച്ച ചെയ്തോണ്ടിരിക്കുമ്പോഴാ. അല്ലെങ്കിൽ ഈ പോലീസുകാർ ഇങ്ങനെയാ. എവിടെ വരണോ അവിടെ എല്ലാം കഴിയുമ്പോ എത്തും, എവിടെ വരണ്ടോ അവിടെ എല്ലാത്തിനും മുമ്പ് എത്തും. പോലീസുകാരനെ തൊട്ട് കളിക്കല്ലേ. കേരള പോലീസ് ആരാണെന്ന് ഇന്ന് നീ വിവരം അറിയും. ഇന്ന് രണ്ടും കൽപ്പിച്ചാ ഞാൻ വന്നിരിക്കുന്നത്. എടാ എന്റെ തൊപ്പിയാടാ. അത് ഇത്രളായിട്ട് കിട്ടിയില്ലേ? തൊപ്പിയില്ലല്ലോ, ഒരു ജോലിയില്ലല്ലോ, പുലക്കാലം പോയി. കിട്ടൂടാ, ഇന്ന് കിട്ടും. പാമേച്ച് നോക്കിക്കോ, ഇന്ന് ഞാൻ ഇവനെ കൊല്ലും. എന്റെ അച്ഛനും അച്ഛന്റെ അച്ഛനൊക്കെ ഈ വീട്ടിലെ ഉപ്പും ചോറും തിന്ന് വളർന്നതായതുകൊണ്ട് ഈ മുറ്റത്ത് ഞാൻ ചോര വീഴ്ത്തുന്നില്ല. ധൈര്യം ഉണ്ടെങ്കിൽ പുറത്തേക്ക് വാടാ ചെത്തെ. അവിടെ വെച്ച് കാണിച്ചു തരാം. പ്രശ്നം എന്താ ബാമേച്ചി? യൂറിൻ പ്രശ്നം ഒന്നുമില്ല, മാതം പോ. അങ്ങനെ പോകാൻ പറ്റുമോ? ഞാൻ വേണമെങ്കിൽ ഐജിയെ വിളിക്കാം. മൂത്രത്തിൽ കല്ല് ഞങ്ങൾ അതുകൊണ്ട് കെട്ടിടാൻ പണിയാൻ പോവാ. പോയി പണി നോക്കണോ? നീ പോടാ. നിങ്ങൾ തമ്മിൽ എന്തിനാ പ്രശ്നം? പ്രശ്നം വേറെയാ. ബാമ കിടക്കയിൽ മൂത്രം ഒഴിച്ചതാ പ്രശ്നം. ബാമേച്ചി കിടക്കയിൽ മൂത്രം ഒഴിച്ചു, ഇനിയും ഒഴിക്കും. കിടന്നുറങ്ങുമ്പോൾ കിടക്കയിലല്ലേ മൂത്രം ഒഴിക്കാൻ പറ്റൂ? അല്ലാതെ മൂത്രം ഒഴിക്കാൻ വേണ്ടി ബാത്റൂം പോയി കിടന്നുറങ്ങാൻ പറ്റുമോ? ഉണ്ട ചോറിന് നന്ദി കാണിക്കാത്ത ചെറ്റെ. എന്നിട്ട് നാട് മുഴുവൻ പറഞ്ഞെടുക്കാം. ഞാൻ എന്ത് പറഞ്ഞു? താനീ പറഞ്ഞ താനല്ലേ പറഞ്ഞ ബാമേച്ചി കിടക്കയിൽ മൂത്രം ഒഴിച്ചു? വല്ല കിടക്കയിൽ മൂത്രം ഒഴിക്കണേന് മരുന്നുണ്ട്. ആടലോടകത്തിന്റെ അല്ല, ചിറ്റാമൃത വള്ളി, ഉറുന്തോട്ടി വേര്, ഇല്ലം കെട്ടിയല, 2 മണി കടുകും 2 ചുവന്നുള്ളി ഇവ സമം ചേർത്ത് അരച്ച് ഉരുട്ടിയെടുത്ത് എരുമനെയ്യിൽ മേമ്പൊടി ചേർത്ത് കഴിച്ച മൂത്രം ബ്രേക്ക് ഇട്ട പോലെ അവിടെ നിൽക്കും. പിന്നെ മുള്ളണെങ്കിൽ അന്നോടി ചോദിക്കണം. ആരും മൂത്രമൊഴിച്ച കേസ പറഞ്ഞു. ഇവിടത്തെ ബാമക്കുട്ടി. എന്താ ബാമക്കുട്ടി മൂത്രം ഒഴിച്ചാൽ നിനക്കെന്താ? എല്ലാരും മരുന്നുണ്ടേ. നീ എന്താ പോസ്റ്റ്മാനോ അതോ വൈദ്യരോ? പോസ്റ്റ്മാനാ. ഇത്രയും വലിയ പോലീസുകാരന് ഈ കേസ് അന്വേഷിച്ചില്ല. പിന്നെ നീ മരുന്ന് കൊണ്ടുവന്ന ഒരുത്തൻ. ഇവനാര്? ദന്ത ഡോക്ടറോ? എന്റെ തൊപ്പി എവിടാ? എന്റെ തൊപ്പി എവിടെ? തൊപ്പിയില്ലല്ലോ, ഒരു ജോലിയില്ലല്ലോ, പുലക്കാലം പോയ യുഗത്തിൽ. കോമ്പൗണ്ടിന്റെ പുറത്തുനിന്ന് കാണാടാ. ഇവിടെ വെച്ചോ. എന്റെ കൂട്ടാൻ എന്നെ തിന്നോ? ഇവിടെ ഇരുന്നാ. ചേച്ചി മീൻ വറുത്തൊന്നില്ലേ? ഇല്ല. എന്താ ബാമേച്ചിയുടെ മുഖത്തിന്റെ വാട്ടം? ഒന്നുമില്ല. ഊണയിച്ചില്ലേ? ഓ, നിനക്കെങ്കിലും തോന്നിയില്ല ചോദിക്കാൻ. ഇവിടെ ചില ആളുകൾക്ക് ഇപ്പൊ ഞാനിവിടെ ഉണ്ടെന്നുള്ള ചിന്തയേ ഇല്ല. അതാർക്കടപ്പാ? ആ കുട്ടി വന്നതിന് ശേഷം നിനക്കുണ്ട് മാറ്റം. എനിക്ക് എന്ത് മാറ്റം ചേച്ചി? ആ കുട്ടി എന്റെ ആരാ? ആ കുട്ടി മഹിയേട്ടന്റെ ആരാ? പിന്നെ എന്തിനാ മഹിയേട്ടൻ? ചില നേരത്ത് മഹിയേട്ടനോട് ആ കുട്ടി ഇടപെടുന്ന രീതി കാണുമ്പോ അല്പം ഓവറല്ലേന്ന് എനിക്കും തോന്നണുണ്ട്. തോന്നണുണ്ടല്ലോ, നിനക്ക് വരെ തോന്നിയില്ലേ? പക്ഷെ മഹിയേട്ടൻ ആള് ഡീസന്റ് ആയതുകൊണ്ട് കുഴപ്പമില്ല. ഒരു മീൻ വറുത്താ ബാമേച്ചി? ഇല്ല, ഉള്ളത് കൂട്ടി കഴിച്ചാ മതി. അല്ല, മഹിയേട്ടൻ പണ്ട് ഡീസന്റ് ആയിരുന്നു. അങ്ങനെ എപ്പോഴും ഡീസന്റ് ആയിക്കൊള്ളതില്ലല്ലോ. അല്ലെങ്കിൽ പിന്നെ ആ കുട്ടി സാന്ദ്രം കാണിച്ചു വരുന്ന മഹിയേട്ടൻ വെറുതെ നിന്ന് നടക്കണത്. ഒരു മീൻ വറുത്താ ബാമേച്ചി? ഇവിടെ വല്ലപ്പോഴുള്ള മീൻ വറുക്കുള്ളൂ. കമലമ്മേ, ലക്ഷ്മണൻ ഒരു മീൻ വറുത്ത് കൊടുക്കൂ. അതന്നെ ഞാനും പറയണേ. മഹിയേട്ടൻ എന്തിനു നിന്ന് കൊടുക്കണേ? ഇപ്പോഴത്തെ കാലമാണ്. ചീത്തപ്പേരുണ്ടാവാൻ അധികം നേരമൊന്നും വേണ്ട. ചേച്ചേ, അത് ബാമേച്ച് പറയരുത്. ആ കുട്ടി ആ ടൈപ്പൊന്നല്ല. ഒരു ആരോരില്ലാത്തൊരു അനാഥ കുട്ടി. അത് ഇവിടെ ഒരു കോഴിക്കുഞ്ഞിന്റെ പോലെ ഓടിച്ചാടി നടക്കാണ്. നമുക്കൊരു രസല്ലേ? അല്ലേ കമലെടുത്തി? നീ ആ മീൻ വറുത്ത് അടുക്കളയിൽ കൊണ്ടുവയ്ക്ക്. മീൻ വറുത്ത് എല്ലാരും ചോറ് ഇറങ്ങില്ലെങ്കിൽ ഇറങ്ങണ്ട. അല്ല, പറയുമ്പോ എല്ലാം പറയണല്ലോ. ആ കുട്ടി ഓടുമ്പോ തന്നെ മഹിയേട്ട അതിന്റെ പുറകെ ഓടണത്. ഇവിടെ ബാമേച്ച് ഓടി നടക്കണ്ടല്ലോ. ബാമേച്ചിട്ട് പുറകെ ഓടേണ്ട കാര്യമില്ലല്ലോ മഹിയേട്ടന്. സ്നേഹത്തോടുള്ളൊരു നോട്ടം, ഊണി കഴിച്ചോ എന്നൊരു ചോദ്യം, അതൊക്കെ ആഗ്രഹിക്കണ്ടാവില്ലേ ബാമേച്ചി? എന്തെന്തു മോഹങ്ങളായിരുന്നു, എത്ര കിനാക്കളായിരുന്നു. അതൊക്കെ തല്ലി കൊഴിച്ചിട്ട് എങ്ങനെ എത്ര കണ്ണി ചോരില്ലാണ്ടായി പോയി മഹേട്ടന്. കമലെടുത്തി മീൻ വറുത്ത് എടുത്തോളൂ. നീ ഇപ്പൊ അങ്ങനെ മഹേട്ടനെ കുറ്റം പറയണ്ട. ദേഷ്യം വരുമ്പോ ഞാൻ എന്തെങ്കിലും പറയണമെന്ന് വെച്ച് അങ്ങനെ എന്തെങ്കിലും മഹേട്ടന്റെ ഭാഗത്തുനിന്നുണ്ടായാ ഞാൻ സഹിച്ചോളാം. കമലെടുത്തി മീൻ വറുത്ത് വേണ്ട. പോയി എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് പോലെ ഈ വീട്. ഒരു മീൻ വറുത്ത് വേണമെങ്കിൽ ആരൊക്കെ റെക്കമെൻഡേഷൻ വേണം? വറുത്ത് ഇല്ലാണ്ട് തിന്നാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. കുമ്പളങ്ങ എന്റെ അച്ഛൻ തിന്നു. ഞാൻ തിരുവില്ല മലയിൽ നേദിച്ചു കൊണ്ടുവരും ഇളനീർ കൂടമിന്നുടയ്ക്കും ഞാൻ. തങ്കഭസ്മക്കുറിയിട്ട തമ്പുരാട്ടി നിന്റെ തിങ്കളാഴ്ച നൂയമ്പെന്നു മുടക്കും ഞാൻ. പ്രേമിച്ചു നിന്നെ ഞാനൊരു ദേവസ്ത്രീയാക്കും. പ്രണയ കലഹമോ പരിഭവമോ പ്രിയ സഖിനി
അഭിനയിക്കും പ്രേമ നാടകമോ. മുൻകോപക്കാരി മുഖം മറയ്ക്കും നിന്റെ മനസ്സൊരു മുല്ലപ്പൂങ്കാവോ. അകന്നു നിന്നാൽ പച്ചിലകാവ്, അടുത്തു വന്ന തങ്ക നിലാവേ. മുൻകോപക്കാരി മുഖം മറയ്ക്കും നിന്റെ മനസ്സൊരു മുല്ലപ്പൂങ്കാവോ. വേണ്ടാതിനെ കളിച്ച് കൊല്ലുന്നില്ല ഞാൻ. സഹിക്കണം. അവിടെ നിൽക്കണം. അവിടെ നിൽക്കാൻ. ഊരിത്തന്നെ കളയല്ലേ. ഹലോ 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 വളച്ചു കെട്ടില്ലാതെ കാര്യം പറയാം. ഞങ്ങൾ തന്നെ തല്ലാമെന്നതാ. തല്ലാനോ? എന്തിന്? എന്തിന് ഏതിനെന്നുള്ള ചോദ്യങ്ങളൊന്നും വേണ്ടാട്ടാ. അതെ, ഞങ്ങൾ അങ്ങോട്ട് 2 ചോദ്യങ്ങൾ ചോദിക്കും. അതിൽ ഏതെങ്കിലും ഒന്നിന് മാത്രം ഉത്തരം തന്നാ മതി. എന്താണാവോ നിങ്ങളുടെ ചോദ്യം? പറയാം. ആനയുടെ മർമ്മം എവിടെ? ആനയുടെ മർമ്മം മസ്തകത്തിൽ. അപ്പൊ തന്റെ മർമ്മം എവിടെ? എന്റെ മർമ്മവും എങ്ങനെയുണ്ട്? ഇതെങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? കൊള്ളാം. നീ തല്ലിയാ? ഇതെന്താ കാവടിയാട്ടോ? എന്റെ ബാപ്പ പണ്ടൊരു കാവടിയാട്ടക്കാരനായിരുന്നു. നിലത്ത് നിർത്താനല്ല, എന്നിട്ടിരിക്കേ. എന്താ നിങ്ങളുടെ പ്രശ്നം? ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരാളെ തല്ലാൻ വിട്ട്, എന്നിട്ട് പരസ്പരം തല്ല ശരിയാണോ? വളരെ മോശമല്ലേ? പൈസ വാങ്ങിയാൽ തീർച്ചയായും തല്ലണ്ടേ? തല്ലണം. താഴേക്ക് ഡൗൺ. പോട്ടെ പോട്ടെ. ഓക്കെ. ഇടി കൊണ്ടപ്പോ വെയിറ്റ് കൂടിയാ. അവന്റെ അച്ഛനെയും ഒന്നും ഉമ്മർത്ത് കാണില്ലല്ല. ഈ പരുവത്തിൽ അവരൊന്ന് കാണേണ്ടതായിരുന്നു. എന്താ നിക്കടാ. മാളിയേക്കര തറവാട്ടിലെ പെണ്ണിനെ മോഹിച്ച ഇതാണ് ഗതി. അന്ന് നീ ജമാലിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട്, പക്ഷേ ഈ കുഞ്ഞാമതിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല മോനെ. മൂസൂട്ടി എവിടെ? അവന്റെ അടിയായിരിക്കും അവനെ പരുവത്തിലാക്കിയത്. അല്ല, നിന്റെ കണ്ണിന് എന്ത് പറ്റി? സുറുമ എഴുതിയതാ. യന്ത്രമനുഷ്യൻ ഒന്ന് തിരിഞ്ഞേ. നീയാ? എന്ത് ഭാര? 10,000 രൂപ നമ്മുടെ എണ്ണി മേടിക്കുമ്പോ നീ ഓർക്കണായിരുന്നു. എല്ലടാ സാക്ഷി? അതെ, ഞാൻ ഇനി പലതിനും സാക്ഷിയാകേണ്ടി വരും. എന്റെ എല്ലാ അവയവങ്ങളും അവന് കണ്ണും കാതും മാത്രം ബാക്കി വെച്ചു അല്ലേ? അല്ല, ഈ ഒരു കയ്യും കൂടി മാറ്റി വെച്ചു. ഇതെന്തിനാണ്? എടാ മൂസൂട്ടി, അന്റെ അടി നമുക്ക് വെറും തൂവൽ സ്പർശാണ്. എടാ സുവേ, നടക്കാതെ പോയ വിവാഹത്തിന്റെ വാർഷികം, പിറക്കാതെ പോയ കുഞ്ഞിന്റെ നൂലുകെട്ടി, ഇതിന്റെ ഒക്കെ വല്ല കാര്യമുണ്ടോ എന്റെ സാറാന്റിയെ? സമയം കളയാതെ കൊളാബറേറ്റ് ചെയ്യാൻ നോക്കരുതോ? യോഗമാണ് മകനെ സുഗു, യോഗം. നമ്മുടെ കെട്ടു നടക്കാൻ ഈ ഞാൻ പറഞ്ഞ ഐഡിയ കേട്ടോ. പറയട്ടാ, ഞാനൊന്നും പറഞ്ഞില്ല. പറഞ്ഞില്ലടാ? നീ പറഞ്ഞില്ലടാ? നിന്റെ അമ്മച്ചല്ലേ തടസ്സം, അതിനെ തട്ടിക്കളയാൻ ആർക്കെങ്കിലും കൊട്ടേഷൻ കൊടുക്കാൻ നീ പറഞ്ഞല്ലേടാ? അയ്യോ, ഇച്ചായ എല്ലാ വചനം പറയരുത് കേട്ടോ. നീ പറയോടാ, നീ നിന്റെ മുതലാളി രണ്ടും കണക്കാ.
പെമ്പിള്ളേരെ വായി നോക്കാൻ ഓരോ കാരണവും പറഞ്ഞ് സാറാണ്ടി സാറാണ്ടി എന്ന് വിളിച്ച് നീ കോളേജിലോട്ട് വാ. നിന്നെ ഇനി വാടി കേട്ടില്ല. ചതിച്ചോ? അതെപ്പോഴാണ് നീ ഞാനറിയാതെ കോളേജ്? നിനക്ക് അവിടെ ഏതാ കുറ്റി? ചുമ്മാ പറയുവാ. ചുമ്മാതോ? ആ മാങ്ങാനത്തുള്ള ഹോമിയോ ഡോക്ടറിന്റെ മോളാ. ഓ ആ വെളുത്ത എല്ലിച്ച്. അവിടെ ചേച്ചി ഒരുത്തില്ലായിരുന്നു, എന്നതാ സാലിയോ ഒരു ഉണ്ട? അതവളുടെ കസിനാ ബാസ്കറ്റ് ബോൾ കളിക്കുന്ന. ഓക്കെ, ആ ഉണ്ടയുടെ പേരെന്നാ? ഷാനി. ഓ, ഈ ഇച്ചായന്റെ ഒരു കാര്യം, അത് താഴ്ത്തങ്ങാടിന്ന് വരുന്ന ആ കട്ടയല്ലയോ? ആ കറക്റ്റ്, അവളൊരു ഐറ്റമാണ് മഹനെ. വൃത്തിയിട്ടോമാര് കോട്ടയം ടൗണിലെ സകല പെമ്പിള്ളേരുടെ ഹിസ്റ്ററി ഈ രണ്ടെണ്ണത്തിനോട് ചോദിച്ചാ മതി. ദാ എനിക്ക് പോണം. എന്നാ വൃത്തിയാണ് ഈ കാണിക്കുന്ന? ഒറ്റയ്ക്ക് ഫിനിഷ് ചെയ്യാതെ എന്റെ പങ്കും കിട്ടാ. ഏയ്, ഒത്തിരി നാള് കൂടി ദേഹനങ്ങിയതുകൊണ്ടായിരിക്കാം ഒരു വല്ലായ്മ. ഒരു പെഗോ? ഒരെണ്ണം കൊടുത്തിരുന്നല്ലേ സാർ പറഞ്ഞ്? എന്റെ പി ചേട്ട ഒരെണ്ണെന്ന് പറഞ്ഞ ഒരു ഫുള്ളാ. കൈയും കാലും ഇളക്കുന്നതിന് എനിക്കുള്ള കോട്ടയാ. ഏതായാലും ഒഴിച്ചല്ല, അതങ്ങ് കളഞ്ഞേക്കാം. ഡേവിഡ് സാറേ, സാർ ഒന്ന് വരണം. സുഖം അടിച്ച് ഓഫാ. ഒരു പെഗിലോ? ഒരു പെഗല്ല, ഇതാ എവിടെയാണ് സാർ? ഒന്ന് എഴുന്നേക്കടാ. കംപ്ലീറ്റ് വ്യാജന. അതെ, കംപ്ലീറ്റ് വ്യാജന. അല്ലെങ്കിൽ ഞാൻ ഒരെണ്ണം അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഷേപ്പ് മാറാറുണ്ടോ? കംപ്ലീറ്റ് വ്യാജന. ഏത് കോപ്പനയുടെ മദ്യം സപ്ലൈ ആണ്? വെറുതെ കോംപ്ലിക്കേറ്റ് ചെയ്യില്ലേ? ഈ യക്ഷി ആത്മാവിനെ ഒന്നും കസ്റ്റഡിയിൽ എടുക്കാൻ പറ്റില്ല. ഇത് യക്ഷി ആത്മാവൊന്നല്ല, ആ ദിഗംബരനാ. അയ്യോ, ഈ കുട്ടിയല്ലേ തട്ടിക്കൊണ്ടുപോയി നിങ്ങൾ പറഞ്ഞത്? അതെ. ഓ, പിന്നെയും കോംപ്ലിക്കേഷൻ. തട്ടിക്കൊണ്ടുപോയെന്ന് പറയുന്ന കുട്ടിയല്ലേ ഈ നിൽക്കുന്നത്? ഈ കുട്ടിയുടെ മൈൻഡാ കിഡ്നാപ്പ് ചെയ്തത്. ഇത് വെറും ബാഡി. ദിഗംബരന്റെ പോക്കറ്റിലായി കുട്ടിയുടെ മനസ്സ്. ഇരട്ടത്തിറങ്ങി അങ്ങ് നടക്കും. പകലാണെങ്കിൽ ഓർമ്മയുമില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ബുദ്ധിമുട്ടാവും. മനസ്സ് തട്ടിക്കൊണ്ടെന്ന് പറഞ്ഞ് ദിഗംബരനെ അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല, പറ്റില്ല. പറ്റിയിട്ടില്ലല്ലോ. അതിനുള്ള ധൈര്യം ഈ നാട്ടിൽ ഏതെങ്കിലും പോലീസുകാരനുണ്ടെങ്കിൽ ഈ നാട് എന്നേ രക്ഷപ്പെട്ടേനെ. നീ ഒന്ന് പോടാ വീട്ടിലേക്ക്. ഒരഭിപ്രായക്കാരൻ വന്നിരിക്കണം. അവൻ അവിടെ നിന്നോട്ടെ. നിങ്ങൾ തമ്മിൽ ജനറേഷൻ ഗ്യാപ്പ് ഉണ്ട്. ഇയാളെ ദിഗംബരൻ ചതിച്ചതാ. അവന്റെ മണം എനിക്ക് തിരിച്ചറിയാം. പേടിക്കണ്ട പേടിക്കണ്ട, കണ്ണു കാണാത്ത ഊമയാ. ഞാൻ എവിടാ? ശിവക്കാവിന്ന് കിട്ടിയത് നിങ്ങളെ. ബോധമില്ലാതെ കിടക്കായിരുന്നു. വീട്ടിലെ ഞാൻ അവനെ. കഴിഞ്ഞത് എന്തെങ്കിലും ഓർക്കാൻ കഴിയുന്നുണ്ടോ? ഒരു സ്ത്രീ. എനിക്ക് മാടമ്പിയിലേക്കുള്ള വഴി ആരെങ്കിലും പറഞ്ഞുതരോ? മാടമ്പിയിലേക്കുള്ള വഴിയോ? കൊള്ളാം. നിന്റെ കാഴ്ച ഞാൻ എടുത്തിട്ടും കളരിച്ചൂടും അഭ്യാസങ്ങളും പിഴയ്ക്കാത്ത കളരിക്കൽ ചെമ്പ. എന്താണ് നിനക്ക് വേണ്ടത്?
ഞാൻ വെറും ഒരു ബ്രഹ്മചാരി. നിന്നെ പോലെ അഭ്യാസങ്ങളും ആ മുറകളും ഒന്നും എനിക്കറിയില്ല. എന്റെ കയ്യിൽ ആയുധങ്ങളും ഇല്ല. എന്നെ വെറുതെ വിട്ടൂടെ? നിന്നൊരിക്കൽ ഞാൻ വെറുതെ വിട്ടു. അതാണ് ഞാൻ ചെയ്ത ആദ്യത്തെ അബദ്ധം. എന്റെ ഭാമയെ വളരെയധികം വശീകരിച്ച് ആഭിചാരത്തിന് ഉപയോഗിക്കുന്ന നിന്റെ ശവമാണ് എനിക്ക് വേണ്ടത്. ആയുർരേഖയ്ക്ക് എന്തോ ഒരു ചെമ്പ വാ വാ ഇങ്ങോട്ട്. ചെമ്പ നിന്റെ ഭാമയുടെ മനസ്സും ശരീരവും എന്റെ കയ്യിലാണ്. അവൾ ഇപ്പോഴും കന്യകയായി കഴിയുന്നത് നിന്റെ പുണ്യം. നാഗമാണിക്യവും താളിയോലയും കിട്ടിയാൽ അന്ന് തീരും അവളുടെ കന്യകാത്വം. പിന്നെ ഒരു ബലി. അവളുടെ ചോരയിൽ കിടന്ന് നീ അലറും. പൗർണമി പൂജയിൽ അവളുടെ നഗ്നത ഞാൻ കണ്ടു. അന്ധനായത് നിന്റെ യോഗം. ചെമ്പ, എന്നെ ഒന്നും ചെയ്യരുത്. കഴിഞ്ഞതെല്ലാം മറക്കണം. പ്രാണശക്തിയിൽ അഗ്രഗണ്യനായ നിന്റെ മുന്നിൽ ഞാൻ ആരുമല്ല. ചെമ്പ, ചെമ്പ. എന്താ അറച്ചു പോയോ? നിനക്ക് കാഴ്ചയില്ലെങ്കിൽ എന്ത്? നല്ല ഉൾക്കാഴ്ചയുണ്ട്. സ്വന്തം ചോരയുടെ മണം തിരിച്ചറിയാൻ കഴിയുന്നവൻ. വാളിന് മൂർച്ച പോരുന്നുണ്ടോ? എത്ര കാലം എന്ന് വിചാരിച്ചിട്ടാ പ്രതികാരമായിട്ട് നീ ഇങ്ങനെ? പ്രതികാരം അതെന്റെ ആലയിലെ തീ പോലെയാ, ജ്വലിച്ചുകൊണ്ടേയിരിക്കും. ഇത് അവന് വേണ്ടിയുള്ളതാ. ഇല്ല ചെമ്പ, അവൻ നിസ്സാരനല്ല. സിദ്ധികളെല്ലാം അവന്റെ രക്ഷാകവചങ്ങളായി മാറിക്കൊണ്ടിരിക്കുക. കാലങ്ങളിലൂടെ അവൻ നേടിയെടുത്ത പരകായ പ്രവേശ സിദ്ധി അവൻ അനന്തനിലൂടെ പ്രയോഗിച്ചുകൊണ്ടിരിക്കുക. അതെ, അനന്തനിലൂടെ അവന്റെ ലക്ഷ്യങ്ങൾ ഓരോന്നായിട്ട് അവൻ പൂർത്തീകരിക്കാൻ തുടങ്ങിയിരിക്കുക. ഇതിനൊരു അറുതിയില്ലെന്നാണോ? അവനെ തളയ്ക്കാൻ എന്തെങ്കിലും ഒരു വഴി? അറുതിയില്ലെന്നല്ല, ഇത് അവന്റെ സമയമാണ്. എണ്ണദ്രോണിയിൽ ഔഷധ എണ്ണയിൽ ശരീരം ഉപേക്ഷിച്ച് അവന്റെ ശത്രുക്കളോടും മാടമ്പിക്കാരോടും അവൻ പ്രതികാരം ചെയ്യും. അവനെ തളയ്ക്കാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ. അവന്റെ ബ്രഹ്മചര്യം നശിക്കണം. അതോടെ അവൻ സിദ്ധികൾ നശിച്ച് ഒരു സാധാരണ മനുഷ്യനെ തീരും. ചെമ്പ, വരുന്ന അമാവാസി വളരെ നിർണായകമാണ്. ഭാമിയെ പ്രത്യേകം ശ്രദ്ധിക്കണം.
എടാ ചെമ്പ, നിന്റെ ആത്മാവ് ഞാൻ എടുക്കുകയാണ്, ഭാമയുടെ ആത്മാവിന് കൂട്ടിന്. ഈ വിരല് നിന്റെ മർമ്മത്തിൽ തൊട്ടാൽ പിന്നൊരൊറ്റ സൂര്യോദയം, അർദ്ധരാത്രിയിൽ ആളിക്കത്തും നിന്റെ ചിത. ദിഗംബര, നാഗമാണിക്ക് സ്പർശിക്കാനുള്ള നാഴിക സമയം കഴിഞ്ഞിരിക്കുന്നു. അറിയിക്കാത്തത് ആഗ്രഹിച്ചതിന്റെ ഫലം നീ അനുഭവിച്ചേ തീരൂ. നിന്റെ വിധിയാണിത്. വിധി.